അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നമ്മൾ സങ്കടപ്പെടേണ്ട, കർത്താവ് പറഞ്ഞിട്ടില്ലേ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. അത് ഭയങ്കര ബൈബിളിൽ ഏറ്റവും രസകരമായൊരു സംഭവമാണിത്. ഇതൊരു താക്കോലാണ്. ഇത് വെച്ച് നമുക്ക് കൊട്ടാരം തുറക്കാൻ പറ്റും. ദൈവാനുഗ്രഹത്തിൻ്റെ കൊട്ടാരമില്ലേ, അത് തുറക്കാൻ പറ്റിയൊരു താക്കോലാണിത്. എന്താണ് വായിച്ചത്? 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാരാ ചോദിക്കണത് അറിയാവോ? കർത്താവാണ് ചോദിക്കണത്. അല്ല ഔസേപ്പിതാവൊന്നും അല്ല ചോദിക്കണത്, കർത്താവാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കാൻ ആരുമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലാണ് സംഭവം വന്നിരിക്കുന്നത്. വിശേഷവിധിയായി എന്താണ് ചെയ്യണം? എൻ്റെ മക്കളെ, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടൊരു കഥയുമില്ല. നോർമൽ ലൈഫിന് ഓക്കെ. പക്ഷേ ഈ പൊടുന്നനെ നമ്മൾ സാധനം വരും. പൊടുന്നനെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ തഹസിൽദാറിന് സസ്പെൻഷൻ കിട്ടിയ പോലെയാണ്. പൊടുന്നനെ വന്നാണ്. പൊടുന്നനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരും. സൂര്യൻ തണുത്തു പോവും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പ്രത്യാശ വരെ പോകും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബന്ധിക്കും. നമ്മുടെ പ്രത്യാശ, നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോണത്, ആസാരം ടപ്പേന്നും പറഞ്ഞ് താഴെ വീഴും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും. ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോഴാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് എനിക്കറിയാം, സാറിന് അറിയത്തില്ലല്ല. നമ്മൾ സാറെ വിശേഷവിധിയായി സാറ് മുമ്പത്തേക്ക് സാറിപ്പോൾ നോർമൽ ക്രിസ്ത്യൻ ആയിട്ടാണ് പോയത്. സാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കുന്നു. അദ്ദേഹത്തിന് പണ്ട് പോലെയുള്ള പരിപാടിയാണ് അപ്ഗ്രേഡേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും അപ്ഗ്രേഡേഷൻ മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തിൻ്റെ രീതി അതാണ്. അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇപ്പം നമുക്കുണ്ടല്ലോ പരീക്ഷകളൊക്കെ. 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷയില്ലേ? അപ്ഗ്രേഡേഷൻ്റെ ഭാഗമാണ് പരീക്ഷ. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ആത്മാവ് ശക്തിപ്പെട്ടെന്നല്ലേ പറയണത്. അപ്പം ശക്തിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. അപ്പം തഹസിൽദാറിന് ഇപ്പം മരുഭൂമിയുടെ കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷ ചെയ്യുമ്പോൾ എന്താ പറയണത്? അവൻ ആത്മാവ് ശക്തിയോടെ. ലുക്ക 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കണത്? ആത്മാവിന്റെ ശക്തിയോടെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ നോർമൽ വേ ഓഫ് ലൈഫിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇതുപോലെ ടെസ്റ്റ് വരും. ഇപ്പം സാധാരണ ടെസ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, വിശിഷ്യ